സ്കൂളിൽ നിന്ന് രാജ്കുമാർ കൂടി ചേരുന്നുണ്ട്. ഷീജ, ഞാൻ തിരിച്ചെത്താൻ. ഷീജ, രാജ്കുമാർ അവൻ സഹപാഠിയെ സഹായിക്കാനായി ഇറങ്ങിയതാണ്. അവൻ്റെ സഹായ മനോഭാവം നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, അവൻ എല്ലാ അർത്ഥത്തിലും വളരെ ചുണക്കുട്ടനായ ഒരു കുട്ടിയായിരുന്നു. കാരണം എല്ലാ വിധത്തിലുമുള്ള ആക്ടിവിറ്റികളിലും പങ്കെടുക്കുന്ന, പ്രസംഗം, വര, കളി, പഠനം, ഇതിലൊക്കെ പങ്കെടുക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ ഉള്ള ഒരുവനെയാണ് ആ നാടിന് നഷ്ടമാകുന്നത്. ആ സ്കൂള് അവൻ ഓടി നടന്ന, അവൻ പഠിച്ച, അവൻ ഭാവി സ്വപ്നം കണ്ട ആ സ്കൂളിതാ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് അവനെ വരവേൽക്കാൻ പോകുന്നത്. ചേതനയറ്റ അവൻ്റെ ശരീരത്തെ അല്പസമയത്തിനകം അവിടേക്കെത്തും. ശാസ്താംകോട്ടയിൽ നിന്നും ഇതാ വിലാപയാത്രയായി പുറപ്പെടാൻ പോകുന്നു രാജ്കുമാർ. ജംഷാദ്, NCC എന്ന് പറയുന്ന ആ ഒരു സംഘടനയിലേക്ക്, നാഷണൽ കാഡറ്റ് ക്രോപ്സ് എന്ന് പറയുന്ന ആ വിഭാഗത്തിലേക്ക് ചേരണമെന്നുള്ള ഒരു വലിയ മോഹം അവനുണ്ടായിരുന്നു. ആ മോഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് ഈ പറയുന്ന നമ്മുടെ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഈ കഴിഞ്ഞ ജൂൺ 1 ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ആ അഡ്മിഷൻ എടുത്ത് വന്ന് ഈ NCCയിൽ ചേരുകയും ചെയ്തു. NCCയിൽ സെലക്റ്റായി. പക്ഷേ സെലക്റ്റായി കഴിഞ്ഞിട്ട് എൻറോൾ ചെയ്യുന്നതിനുള്ള കാലതാമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യൂണിഫോം ഇട്ട് ഫോട്ടോ വരെ, നമുക്കതിൻ്റെ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് കാണിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു അവന് ഒരു വല്ലാത്ത സാഹസികത അവനുണ്ടായിരുന്നു ലൈഫിൽ എപ്പോഴും. ഒരു ഫുട്ബോൾ കളിയിലും ഡിഫൻഡറായിരുന്നു. ആ സാഹസികത തന്നെയാണ് മിഥുൻ്റെ ജീവൻ കവർന്നു എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. ബാക്കിയുള്ള കാര്യങ്ങൾ, വീഴ്ചയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ. പക്ഷെ അതേസമയം ആ സാഹസികതയായിരുന്നു ഇപ്പോൾ അവന് ഇങ്ങനെ ഒരു ഇതിലേക്ക്, ആ NCCയിലേക്ക് എത്തിച്ചതും ഒക്കെ. അവന് സ്പോർട്സ്മാനായിരുന്നു. ഈ സ്കൂളിലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും സജീവമായി പങ്കെടുക്കാൻ മോഹിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു നമ്മുടെ ഈ പ്രിയപ്പെട്ട മിഥുൻ. മിഥുനെയാണ് ഇപ്പോൾ മിഥുനെ ഇവിടെ സ്കൂളിലൊക്കെ എങ്ങനെയാണ്? സ്കൂൾ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പയ്യനായിരുന്നു. നല്ല NCCയിലും എല്ലാം നല്ല എനർജറ്റിക്കായിട്ട്, ഫുട്ബോളിലായാലും ഗെയിംസിനെങ്കിലും എല്ലാവരും നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നൊരു, അതിനുപരി നന്നായിട്ട് വരയ്ക്കുന്നൊരു പയ്യനായിരുന്നു. എന്ത് ചെയ്യാം, അവനെ നമുക്ക് ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈ ഒരു സാഹചര്യത്തിൽ. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. ഇപ്പോഴും പറഞ്ഞ ഹരിയും ഞാനോടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ എടുത്തുകൊണ്ട് വന്ന സമയത്ത് പ്രവർത്തനം അതും ജീവൻ പണയം വെച്ചായിരുന്നു. തീർച്ചയായിട്ടും അതങ്ങനെ പറയണമല്ലോ. ഇപ്പം എല്ലാ ചാനലുകാരും പറഞ്ഞല്ലോ, അവിടെ ബെഞ്ച് കിടക്കുന്ന കാര്യം പറഞ്ഞു. ആ ബെഞ്ചെന്ന് പറഞ്ഞാൽ അത്രയും ആ സാഹചര്യാവസ്ഥയിൽ നമുക്ക് കയറി പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലല്ലോ. സ്വാഭാവികമായിട്ടും ഞങ്ങൾ അന്നേരം ബെഞ്ച് കൊണ്ടാണ് എന്ത് ചെയ്തത്, ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്. പറഞ്ഞ അധ്യാപകർ, ഞങ്ങൾ 4-5 പേര് ആണുങ്ങളായിട്ടുള്ള 5-6 അധ്യാപകരാണ് ചെയ്തത്. ഞാനും ഹരിയും കൂടായാണ് കൊണ്ടുപോകുന്നത്. അന്നേരം നിങ്ങൾ അതിന്റെ മുകളിലേക്ക് കയറുമ്പോഴും ആ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടില്ലല്ലോ? ഇല്ല, അത് അന്നേരം നമ്മൾ KCB ആയിട്ട് വിളിച്ച് പറഞ്ഞിരുന്നു വൈദ്യുതി വിച്ഛേദിക്കാൻ. പക്ഷേ എങ്കിലും നമുക്ക് അവരെപ്പോൾ വിച്ഛേദിക്കാൻ നമ്മൾ വിളിച്ച് പറഞ്ഞ അത്രയും സീരിയസ് ആയിട്ട് എടുക്കുമോ. ഏറ്റവും വലിയ ഫോൺ എടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ ഒരു വനിതാ പോലീസുകാരി അവിടെ ഉണ്ടായിരുന്നു. അവരുമായിട്ട് ഞാൻ ചൂടാവുകയും ചെയ്തു. അപ്പോൾ ഫോൺ എടുക്കുന്നില്ലെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അത്രയും ഒരു സാഹചര്യം ഉണ്ടായി. ഫോൺ എടുത്തില്ല. എന്നിട്ട് നമ്മൾ അന്നേരവും ജീവൻ പണയം വെച്ചാണ് അവിടെ അധ്യാപകർ കയറിയെന്നുള്ളതാണ്. ശരിയാണ് രാജ്കുമാർ, നമുക്ക് കാണാം അത്രയും സാഹസികമായിട്ട് നമ്മൾ ചെയ്തു. എന്നിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്തും ഹരിയുടെ മടിയിലാണ് കിടക്കുന്നത്. അപ്പോഴും ഞാൻ കവിളി തട്ടുന്നുണ്ട്, മോനെ എഴുന്നേറാ. അന്നേരവും കണ്ണ് ചെറുതായിട്ട് തുറന്ന് കിടക്കുന്നു. ഞാൻ പൾസൊക്കെ നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് പലക വെച്ച് തന്നെ അത് ഉയർത്താൻ ശ്രമിച്ചല്ലേ? ആ പലക വെച്ച് തട്ടി മാറ്റാൻ ശ്രമിച്ചു. ആ പലക പൊളിച്ചാണ് നമ്മൾ അകത്ത് കയറിയത്, ഉപയോഗിക്കേണ്ടി വന്നു. അന്നേരം അത്രയും സാഹസികമായിട്ട് നമ്മളെ കൊണ്ടാവുന്ന എല്ലാം ചെയ്തു. എന്നിട്ട് പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ഓൾറെഡി ഇപ്പം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പം നമുക്കിതിൻ്റെ ഫീസ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ ഇരിക്കുന്നതെന്ന് പോലും നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ പകച്ചു നിൽക്കുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം. നേരെ മറിച്ച് വേറെ ഏതെങ്കിലും ഒരു പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് അന്നേരം പരിഹരിച്ച് മാറ്റാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അതിനകത്തൊരു ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് അത്രയും വൈകിയെങ്കിലും ആ ഒരു പ്രശ്നം കൊണ്ടാണ്. നമുക്കറിയില്ല. കാര്യം 3 ഫേസ് ലൈനാണ്, അതിൻ്റെ പവർ നമുക്കറിയാം. DC ആണ്, ഡയറക്റ്റ് കറണ്ടാണ്. AC ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് മാറ്റാം. പക്ഷേ DC ആയപ്പോൾ നമുക്കതിനെ തൊടാൻ പോലും ഭയമാണ്. അടുത്ത് നിന്ന കറണ്ട് അടിക്കും, അത്ര പവർഫുൾ സാധനമല്ലേ. ആ സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് അപ്പോൾ രക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ മുമ്പിലെ ഒരിത്. എങ്ങനെയും അവനെ രക്ഷിക്കണം, കറണ്ട് നോക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ അപ്പോൾ അവിടെ എന്തുണ്ട് അത് വെച്ച് രക്ഷിക്കുക എന്നുള്ളതായിരുന്നു.
അപ്പോഴാണ് അവിടെ ക്ലാസ്സുകളിലൊക്കെ നോക്കി എന്തെങ്കിലും വെച്ച് തട്ടിയിടാൻ, അപ്പോൾ അങ്ങനെയുള്ളൊന്നും നമുക്കില്ലായിരുന്നു അവിടെ. അങ്ങനെയാണ് നമ്മുടെ സൈഡിലുള്ള ആ പലക പൊളിക്കേണ്ടി വന്നത്. ആ പലക പൊളിക്കുകയും ആ പലക വെച്ച് നമുക്ക് എടുത്ത് മാറ്റാൻ നോക്കി. പലക പൊടിയും വീണു. അതിനുശേഷമാണ് താഴെ കിടന്നൊരു ബെഞ്ച് ഉപയോഗിച്ചാണ് നമ്മളെടുക്കുക. ബെഞ്ച് എടുത്ത് തട്ടിയപ്പോൾ അതിൽ എർത്തുണ്ടായിരുന്നു, നമ്മൾ എർത്തടിക്കുന്നുണ്ടായിരുന്നു. ബെഞ്ചിന് നമ്മൾ തട്ടി താഴെ ഇട്ടപ്പോൾ ലൈനും ബോഡിയുമായിട്ടുള്ള ടച്ച് ആ ഷീറ്റിന് പുറത്ത് മാറിയെന്ന് ഉറപ്പായതിനു ശേഷമാണ് നമ്മൾ ആ ബോഡി പുറത്ത് താഴേക്ക് എടുക്കുന്നതും. താഴെ കൊണ്ടുവന്ന് നമ്മുടെ സ്റ്റാഫായിട്ടുള്ള ഹരിയണ്ണൻ CPR കൊടുത്തു. CPR കൊടുത്തതിന് ശേഷം നമ്മുടെ സ്കൂളിലെ അധ്യാപകനായ സജയ് സാറിൻ്റെ കാരണത്ത് നമ്മളും മറ്റു നാട്ടുകാർ 5-6 പേർ കൂടിയിട്ടുണ്ടായിരുന്നു. അവരും കൂടെ ചേർന്നിട്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആ സമയത്ത് ജീവന്റെ തുടിപ്പുണ്ടായിരുന്നു. ഉണ്ട്. ഇപ്പോഴും തല ചെറുതായിട്ട് അനങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ രക്ഷിക്കാം എന്നുള്ള ഇതിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോയത്. ഇവർ പറഞ്ഞു അവിടെ വൈദ്യുതി ബന്ധം ആ സമയത്ത് വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ആ ഷീറ്റിലേക്ക് കയറിയതും ആ ഷീറ്റിൽ വരെ വൈദ്യുതി പ്രവഹിച്ചിരിക്കാനൊരു സാധ്യത ഉണ്ടായിരുന്നല്ലോ? നമ്മൾ അന്നേരം നോക്കിയില്ല. നമുക്ക് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്കൂളിൽ നമ്മുടെ വിദ്യാർത്ഥിയാണ്. അങ്ങനെ ഇതുവരെ നമ്മുടെ സ്കൂളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പം ഒരിക്കലും ആ കുട്ടിക്കൊന്നും പറ്റരുതെന്നുള്ളത്, എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. മറ്റൊന്നും നമ്മൾ ചിന്തിച്ചില്ല. തീർച്ചയായും, കാരണം ആ ദൃശ്യങ്ങൾ ഞങ്ങൾ കാണുമ്പോൾ ഞെട്ടുന്നതാണ്. തീർച്ചയായും രാജ്കുമാർ, ആ ദൃശ്യങ്ങൾ ഞങ്ങൾ കാണുന്നു തത്സമയം, അല്ലെങ്കിൽ മീൻസ് ആ ദൃശ്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നോക്കൂ, ആ കുട്ടി അവിടെ കിടക്കുന്നു, അതിനെ ബെഞ്ച് കൊണ്ട് കുത്തി മാറ്റുന്നു, എന്നിട്ട് ആ ആടുന്ന കമ്പി, അവനെ വീഴ്ത്തിയ അതേ ഇലക്ട്രിക് കമ്പിയുടെ താഴെ കൂടിയാണ് ആ അധ്യാപകർ നൂഴ്ന്നിറങ്ങി അവനെ വലിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. വളരെ സാഹസികമായി ജീവൻ പണയം വെച്ച അക്ഷരാർത്ഥത്തിൽ തന്നെയാണ് ആ ദൃശ്യങ്ങൾ അത് സംസാരിക്കുന്നു. രാജ്കുമാർ, ഉറപ്പായും അതാ ഞാൻ പറഞ്ഞത്. ആ സമയത്ത് ആ വൈദ്യുതി ഇവരദ്ദേഹത്തൊരു സ്പർശിച്ചിരുന്നാൽ പോലും ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തിൽ ആ സമയത്ത് ഏർപ്പെട്ട 3 പേർ അതിൻ്റെ മുകളിലുണ്ടായിരുന്നു, അല്ലേ? 3 അല്ലേ? ആ 3 പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടേനെ. പിന്നീടാണ് ഹരി വന്ന് CPR കൊടുക്കുന്നത്. അത് ഇവിടെ വെച്ചും CPR കൊടുത്തു. പിന്നീട് ഇവിടുന്ന് ആ വാഹനത്തിൽ, കാറിൽ, ഇവിടുത്തെ സ്കൂളിലെ അധ്യാപകരുടെ തന്നെ കാറിലാണ് ജീവൻ രക്ഷിക്കാനായി ഈ പരമാവധി വേഗതയിൽ, ഒരു ആംബുലൻസ് പോകുന്നതിനേക്കാളും വേഗതയിൽ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ നിർഭാഗ്യവശാലും ഇതിൻ്റെ ജീവൻ രക്ഷിക്കാനായി. തീർച്ചയായും വളരെ പണിപ്പെട്ടു, സാഹസപ്പെട്ടു, ജീവൻ പണയം വെച്ച് തന്നെയാണ് അധ്യാപകർ അവരുടെ വിദ്യാർത്ഥിയെ, വിധുനെ രക്ഷപ്പെടുത്താനായി ശ്രമിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി അത് സംവദിക്കുകയാണ്. എന്തായാലും രാജ്കുമാർ അല്പസമയത്തിനകം അവിടേക്കെത്തും, സ്കൂളിലേക്കെത്തും. അവൻ ഓടിക്കളിച്ച സ്കൂളിലേക്ക്. ചേതനയേറ്റ് അവനെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും ആകാത്ത അധ്യാപകർക്ക് മുന്നിലേക്കാണ് അവൻ എത്തുന്നത്. ഒപ്പം ആ സ്കൂൾ അധികൃതരുടെ കുറ്റകരമായ അശ്രദ്ധ കൂടി ഈ വിഷയത്തിലുണ്ട്. അവിടേക്കാണ് അവൻ തിരികെ എത്തുന്നത് ചേതനയറ്റ ശരീരവുമായി.